ഇന്ന് നമുക്ക് 47-ാമത്തെ ശ്ലോകം പഠിക്കാം. മഹത്തായ ഒരു ഉപായമുണ്ട് സമുദ്രത്തിന്റെ കരകയറാൻ എന്ന് ഗുരു ഉപദേശിച്ചു. അത് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ഉപയോഗിച്ച് അമരകര എത്തിയതുവാണെന്നും പറഞ്ഞു. അത് നിനക്ക് ഉപദേശിച്ചു തരാം. എന്നിട്ട് പറഞ്ഞു, ശ്രുതിയുടെ വാക്കുകൾ നേരിട്ട് പറഞ്ഞു. മോക്ഷത്തിനുള്ള ഹേതു കാരണങ്ങൾ, സാധനങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധ, ഭക്തി, ധ്യാനം, യോഗം. ഇതാണ്. ഈ 4 കാര്യങ്ങൾ ആര് ജീവിതത്തിൽ പരിശീലിച്ചിട്ടുണ്ടോ, ശീലമാക്കിയിട്ടുണ്ടോ, അവന് മോക്ഷം ഉണ്ടാവും. എന്താണ് മോക്ഷം എന്നും പറഞ്ഞു. എന്താണ് ബന്ധം, എന്താണ് മോക്ഷം അതും പറഞ്ഞു. അവിദ്യ കൽപ്പിതാൽ ദേഹബന്ധാത് മോക്ഷ. അജ്ഞാനം കൊണ്ട് തോന്നിയ ശരീരവും ശരീരസംബന്ധികളുമൊക്കെ ഞാനാണ് എന്നുള്ളതായ തോന്നലിൽ നിന്നുള്ള മോചനമാണ് മോചനം. ശരീരത്തിൽ നിന്ന് മോചനം അല്ല കേട്ടോ. ശരീരം മരിക്കണ്ട, മോക്ഷത്തിന് ശരീരം ഇരിയുമ്പോഴേ കിട്ടുള്ളൂ. ശരീരാദികളിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള തോന്നലുണ്ടല്ലോ, ആ തോന്നൽ അജ്ഞാനം കൊണ്ടാ. വാസ്തവത്തിൽ നമ്മളതല്ല. വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലായി എൻ്റേത് ഞാനല്ല എന്ന്. അതാണ് മോക്ഷം. ഇനി ഗുരുനാഥൻ ശിഷ്യനോട് ഉദയിട്ട് പറയുകയാണ്, എന്താ അതിനെ കുറച്ചും കൂടി വിശുദ്ധി വാക്യത്തെ ഒന്നുകൂടി വ്യക്തമാക്കി സ്പഷ്ടമാക്കി തരണം. അവിദ്യാകൽപ്പിതമാണ്, അവിദ്യയാൽ കൽപ്പിക്കപ്പെട്ടതാണ്. അവിദ്യ അജ്ഞാനം, കൽപ്പിച്ചതാണ് ബന്ധം എന്നുള്ളത് കൊണ്ട് അത് കൽപ്പന മനസ്സിൻ്റെയാണ്. ആ മനസ്സിൽ ജ്ഞാനം വരുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും. ഇരുട്ട് വന്നാൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ വെളിച്ചം വന്നാലോ ആ ഇരുട്ട് നീങ്ങില്ല. ഇരുട്ട് നീക്കാൻ വെളിച്ചം വന്നാൽ പിന്നെ വേറെ ക്ഷമം വേണം. വെളിച്ചം കൊണ്ടേ വേണ്ടു, ഇരുട്ടിനെ ഓടിക്കാൻ നിങ്ങൾ നോക്കണ്ട. ഇതുമാതിരി അജ്ഞാനം മനസ്സിലാണുള്ളത്. ആ മനസ്സിൽ നിന്ന് അജ്ഞാനം നീങ്ങാൻ എന്തേ വേണ്ടു? ആ മനസ്സിൽ അറിവിനെ കൊണ്ടാൽ മതി. അപ്പോഴോ അറിവില്ലായ്മ നീക്കം പിന്നെ പണിയെടുക്കണോ? ഇല്ല. അപ്പൊ സ്വാമി ഞങ്ങളിതൊക്കെ കേട്ടിട്ടും പിന്നെ ഞങ്ങൾക്കിത് അറിഞ്ഞിട്ടും ഇത് പറ്റണില്ലോ എന്ന് പറഞ്ഞാലോ? അറിഞ്ഞിട്ടില്ല, അറിവ് വന്നിട്ടില്ല. തോന്നുന്നു നമ്മൾ പഠിച്ചു, നമ്മൾ കുറെ ശ്ലോകം പഠിച്ചു എന്നേ അർത്ഥമുള്ളൂ. മനസ്സിലായോ? കുറച്ച് കേട്ടു, കുറെ കാലം ഈ ശ്ലോകം കേട്ടു, ശ്ലോകാർത്ഥം ഗ്രഹിച്ചു, അതിൻ്റെ ആ തത്വത്തെ മനനവും ധ്യാനവും ചെയ്തില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അതാണ് ശ്രദ്ധാഭക്തി ധ്യാന യോഗത്തിന്റെ പ്രാധാന്യം. അപ്പൊ വെളിച്ചം വന്നിട്ട് പിന്നെ ഇരുട്ട് പോയില്ല എന്ന് ഒരാൾ പറഞ്ഞ എന്താർത്ഥം? വെളിച്ചം വന്നിട്ടില്ല എന്ന്. മനസ്സിലായോ? വെളിച്ചം ഇരുട്ടും കൂടി ഒരുമിച്ചിരിക്കില്ലല്ലോ. ഇതുമാതിരി ജ്ഞാനും അജ്ഞാനും കൂടി ഒരുമിച്ചിരിക്കോ? ജ്ഞാനം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനം ഉണ്ടാവില്ല. അജ്ഞാനം തുടരണമെന്ന് വെച്ചാൽ വീണ്ടും അജ്ഞാനം വന്നിട്ടില്ല എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്റെ ശ്രമം പോരാ. ഇതാണ് നമ്മളെ ഓർമ്മിപ്പിക്കണത്. ഓക്കെ, 47-ാം ശ്ലോകത്തിൽ അതാ പറയണത്. അജ്ഞാനയോഗാത് പരമാത്മനസ്ഥവാം ഹ്യനാത്മബന്ധ തദ ഏവ സംസൃതിഃ തയോർവിവേകോദിതബോധവന്യഃ അജ്ഞാനകാര്യം പ്രദഹേൽ സമൂലം. അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ഹ്യനാത്മബന്ധ തദ ഏവ സംസൃതിഃ തയോർവിവേകോദിതബോധവന്യഃ അജ്ഞാനകാര്യം പ്രദഹേൽ സമൂലം. അജ്ഞാനയോഗാത് പരമാത്മനഃ തവ ഹി അനാത്മബന്ധഃ തതഃ ഏവ സംസൃതിഃ തയോഃ വിവേക ഉദിത ബോധവന്യഃ അജ്ഞാനകാര്യം പ്രദഹേത് സമൂലം. ശിഷ്യനോട് ഗുരു പറയാ, ഏ ശിഷ്യ, എന്തുകൊണ്ടാണ് നിനക്ക് ഈ സംസാരം ഉണ്ടായത്? സംസൃതി എന്ന് പറഞ്ഞാൽ സംസാരം തന്നെ അർത്ഥം. സംസാരം എന്ന് പറയുന്നതും സംസൃതി എന്ന് പറയുന്നതും ഒന്ന് തന്നെ. എന്തുകൊണ്ടാണ് നിനക്ക് സംസാരം ഉണ്ടായത്? അനാത്മാവിനോടുള്ള ബന്ധം കൊണ്ടാണ്. ഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തീർച്ചയായിട്ടും. എവിടെ ഹി? ഹി അനാത്മബന്ധമെന്നില്ല. അത് പദം മുറിക്കുമ്പോൾ ഹി അനാത്മബന്ധ എന്നാണ്. അപ്പൊ അനാത്മാവിനോടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് തതയേവ സംസൃതി. എന്തുകൊണ്ട് നിനക്ക് സംസാര ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു? അനാത്മാവുമായിട്ടുള്ള സംബന്ധം കൊണ്ടാണ്. ഹി തീർച്ചയായിട്ടും, വേറെ ഒന്നുകൊണ്ടല്ല. നീ ഈ അനാത്മാവല്ലേ? അല്ലല്ല, പിന്നെ ആരാ നീ?
പരമാത്മനഃ തവ, പരമാത്മാവായ തവ നിനക്ക്, അജ്ഞാനയോഗാത്, അജ്ഞാനം കൊണ്ട്, അജ്ഞാനത്തോടുള്ള യോഗം കൊണ്ട് എന്ന് പറഞ്ഞ അർത്ഥം, അജ്ഞാനത്തോടുള്ള ചേർച്ച കൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട്, ഡ്യൂ ടു ഇഗ്നറൻസ്, അജ്ഞാനത്താലാണ് പരമാത്മാവായ നിനക്ക് അനാത്മാവുമായിട്ടുള്ളതായ സംബന്ധം വന്നു ചേർന്നത്. തീർച്ചയായിട്ടും വേറൊന്നും കൊണ്ടല്ല. തതയേവ, ആ അനാത്മാവിനോടുള്ള സംബന്ധം കൊണ്ട് തന്നെയാണ് നിനക്ക് സംശ്രുതി, ഈ സംസാരം ഉണ്ടായത്. ഇനിയിപ്പോൾ അതൊന്നും അങ്ങനെ മോചനം ഉണ്ടാവും. തയോഹോ, അവ തമ്മില് പരമാത്മാവും അനാത്മാവും തമ്മിലുള്ള വിവേകം ചെയ്യണം. എന്താണ് ആത്മാവ്, എന്താണ് ആത്മാവല്ലാത്തത്, മനസ്സിലായോ? ആത്മ അനാത്മ വിവേകം അതിന് പേര്, അത് ചെയ്യണം. അപ്പൊ ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിക്കാനുള്ള വിചാരം ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് ആ വിവേകത്തിൽ നിന്ന് ഉണ്ടാകുന്ന ബോധം ചില ആ തിരിച്ചറിവ്, അറിവ്, ജ്ഞാനം, ബോധം അറിവ്, ആ അറിവാകുന്ന അറിവിനെ അഗ്നിയോട് ഉപമിച്ചിരിക്കുക. അല്ലയോ? അഗ്നി എങ്ങനെയാണ് അതിലിട്ട് ആ ഇറങ്ങിനെ മുഴുവൻ ചാമ്പലാക്കണത്, ഇന്ധനത്തെ മുഴുവൻ ചാമ്പലാക്കണത്? ഇതുപോലെ ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് അറിയാൻ ചെയ്യുന്ന വിവേകത്തിൽ നിന്നുണ്ടാവുന്ന ആ ആത്മജ്ഞാനം അജ്ഞാനത്തെയും അതിൻ്റെ കാര്യമായ ഈ അജ്ഞാനത്തിന്റെ കാര്യം എന്താ? അനാത്മാവിനോടുള്ള ബന്ധം, ശരീരാദിയോടുള്ള താതാത്മ്യം. ആ താതാത്മ്യത്തെയും, അത് കാര്യമാണ്, എഫക്റ്റാണ്. കാരണം എന്താ? അജ്ഞാനാണ്. അപ്പൊ കാര്യം ദേഹമാണ്, ദേഹത്തിലുള്ള താതാത്മ്യമാണ്. താതാത്മ്യത്തെയും അതുകൊണ്ടുണ്ടായ സംസാര ദുഃഖങ്ങളെയും കാരണമായ അജ്ഞാനത്തെയും സമൂലം എന്ന് പറഞ്ഞാൽ മൂലച്ച വേരോടുകൂടി, മൂലം വെച്ച കാരണം എന്ന് അർത്ഥമുണ്ട്, ഇവിടെ കാരണം എന്നർത്ഥം. അപ്പോൾ ഈ താതാത്മ്യത്തെയും അതുകൊണ്ടുണ്ടായ സംസാര ദുഃഖങ്ങളെയും ഇതിന് മുഴുവൻ കാരണമായ അജ്ഞാനത്തെയും പ്രദഹേത്, ദഹിപ്പിക്കും, നശിപ്പിക്കും, ഇല്ലാണ്ടാക്കും. അഗ്നി ഇന്ധനത്തെ ദഹിപ്പിക്കുന്ന ഉദാഹരണത്തിലൂടെ ഇവിടെ പറഞ്ഞിരിക്കാം. എല്ലാത്തിനും ആചാര്യസ്വാമികൾ ഉദാഹരണം പറയാം, ആർക്കും മനസ്സിലാവുന്നതാ. അടുപ്പിൽ തീയിട്ട് അതിൽ വിറക് മുഴുവൻ അഗ്നി ചാമ്പലാക്കും പോലെ നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ടാവണം. ഏതാ? ജ്ഞാനാഗ്നി എന്നാ പറയാ. മനസ്സിലായില്ലേ? ആ അഗ്നി ഉണ്ടാവണം. എന്ത് ചെയ്യണം? വിവേകം ചെയ്യണം. എന്ത് തമ്മിലെ വിവേകം? ആത്മാവെന്ത് അനാത്മാവെന്നുള്ള വിവേകം ചെയ്യണം. വാസ്തവത്തിൽ നീ ആരാണ്? ഈ അനാത്മാവായ ദേഹാണോ? അല്ല, നീ പരമാത്മാവാ. പരമാത്മനഹത്തവ, പരമാത്മാവായ നിനക്ക് എന്തുകൊണ്ട് ഈ അനാത്മാവായ ദേഹാദികളോടുള്ള സംബന്ധം ഉണ്ടായി, അതിന്റെ ഫലമായിട്ട് സംസാരം ഉണ്ടായി എന്നാണെങ്കിൽ അജ്ഞാന യോഗ, വേറെ ഒരു കാരണമില്ല, അജ്ഞാനം ഹേതുവായിട്ടാ. നിറന്തത്വം, നീ പരമാത്മാവാണെന്നുള്ളത് നീ അറിയണില്ല, അതുകൊണ്ട്. മനസ്സിലായോ? പരമാത്മാവായ നിനക്ക് അജ്ഞാനത്താലാണ് ഈ അനാത്മാവായ ദേഹാദികളോട് സംബന്ധമുണ്ടായിട്ട് ഈ സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നീ ഇപ്പോ പരമാത്മാവാണെന്ന് മറന്നിരിക്കുക. മനസ്സിലായോ? എന്താ അതിന് കാരണം? ആ മറവിക്ക് കാരണം പറയാൻ പറ്റില്ല, അതിന്റെ പേര് അജ്ഞാനം എന്ന് പറയണത്. മനസ്സിലായോ? അജ്ഞാനത്തെ കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ പരമാത്മാവായിട്ട്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിട്ട്, ഞാൻ ശാശ്വത അനന്ത സ്വരൂപനായിട്ട്, ഞാൻ പരിമിതനായി ജനിച്ചു മരിച്ചു കഴിയുന്ന അല്പനായ ഒരു ജീവനാണെന്ന് വിചാരിക്കണോ? ഞാൻ പരമാത്മാവാണെന്ന് അറിയുന്നില്ല. അതിനൊരു കാരണം പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഉദാഹരണം പറയാമോ? എന്നും സ്വപ്നം കാണാറില്ലേ? ഉറക്കത്തിൽ സ്വപ്നം കാണാറില്ലേ? സ്വപ്നത്തിൽ എന്ത് കണ്ടു? അയ്യോ, ഞാൻ വെള്ളത്തിൽ ഒഴുകി പോണു. വെള്ളത്തിൽ ആരോ തട്ടിയിട്ട് അല്ലെങ്കിൽ വീണു. നിലയില്ലാത്ത വെള്ളം, ഒഴുക്കുള്ള വെള്ളം, നീന്തൽ എനിക്ക് അറിയൂല. ആ വെള്ളത്തിൽ ഒഴുകി പോകണം, ആരും എന്നെ പിടിച്ചു കയറ്റാല്ലേ, അയ്യോ എന്നെ വെള്ളം കുടിച്ച് മുങ്ങി ഞാൻ മരിക്കണമെന്ന് സ്വപ്നം കാണുന്നു. എവിടെയാ സ്വപ്നം കണ്ടത്? മുറിക്കകത്ത് സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ, സേഫായിട്ട് കിടക്കയിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ സ്വപ്നം കണ്ടത് എവിടെയാ? വെള്ളത്തിൽ ഒഴുകി പോകണു, വെള്ളം കുടിച്ച് ഇങ്ങനെ മുങ്ങി മരിക്കുന്നു, ദയനീയമായിട്ട്. വാസ്തവത്തിൽ ആ സ്വപ്നത്തിലെ അനുഭവം അപ്പൊ സത്യമായിട്ട് തോന്നണ്ടല്ലേ? അത് തോന്നാൻ എന്താ കാരണം? ഞാൻ മുറിക്കകത്ത് ഉറങ്ങുന്നവനാണെന്നുള്ള തൻ്റെ നിജസ്ഥിതിയെ, വാസ്തവസ്ഥിതിയെ മറന്നതല്ലേ? അല്ലേ? വാസ്തവത്തിൽ ആ വെള്ളത്തിൽ ഡ്രൗൺ ചെയ്യുമ്പോഴും മുങ്ങി വെള്ളം കുടിച്ച് മരിക്കുമ്പോഴും ഞാൻ വെള്ളത്തിലാണോ? വെള്ളം കുടിച്ച് മരിക്കണ്ടോ? ഇല്ല. പക്ഷെ അപ്പൊ അനുഭവിക്കണ്ടല്ലേ സത്യമായിട്ട്? ഇതുപോലെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സംസാര ദുഃഖം.
എന്താ കാരണം സ്വപ്നത്തിൽ അനുഭവിക്കാൻ? ഞാൻ മുറിക്കകത്ത് സുരക്ഷിതനാണ് എന്നുള്ള കാര്യം എപ്പം മറന്നുവോ ആ വിസ്മൃതിയില് ഞാൻ സ്വപ്നം കാണുന്നവനാണ്, ആ സ്വപ്നാഭിമാനിയായി തീർന്നു, ഡ്രീമറായി മാറി. ഉടനെ ആ സ്വപ്നാനുഭവങ്ങൾ ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനായി. അതിൽ നിന്ന് എങ്ങനെ മോചനം ഉണ്ടാവും? ആ സ്വപ്നത്തിൽ കാണുന്ന ഞാനല്ല ഞാൻ, ആ സ്വപ്നത്തിൽ ഈ മുങ്ങി മരിക്കുന്ന ഞാനല്ല ഞാൻ. പിന്നെയോ അതിനെ കണ്ടുകൊണ്ട് അതിനും സാക്ഷിയായിരിക്കുന്ന, സ്വപ്നത്തിൽ ഞാൻ മുങ്ങി മരിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, കരയണതൊക്കെ കാണുന്നില്ല ഞാൻ, അറിയണില്ല ഞാൻ, ഇപ്പുറത്തൊരു ഞാൻ. ആ ഞാൻ വെള്ളത്തിൽ മുങ്ങുണ്ടോ, വീഴുണ്ടോ? ഇല്ല. ആ സാക്ഷിയാണ് ഞാനെന്ന് അറിയായ്മ. അതറിഞ്ഞാലോ ഉണന്നു. അപ്പോഴോ അറിഞ്ഞു, ഇതൊരു തോന്നലായിരുന്നു, കൽപ്പനയായിരുന്നു. മനസ്സിലായോ? ഇതുമാതിരിയാണ് എപ്പോഴും ഇപ്പോഴും നമ്മൾ സാക്ഷിയാണ്. ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ സുഖിയാണെന്ന് ആര് പറഞ്ഞു എന്നോട്? ഞാൻ സുഖിയാണെന്ന് എനിക്കറിയാം, ഞാൻ ദുഃഖിയാണെന്നും എനിക്കറിയാം. സുഖത്തെയും ദുഃഖത്തെയും അറിയുന്നു ഞാനെങ്കിൽ സുഖവും ദുഃഖവും എൻ്റെ അറിവിന് വിഷയമല്ലേ? അല്ലേ? ഒബ്ജക്റ്റ് ഓഫ് അവയർനെസ്, ഐ ആം ദാറ്റ് അവയർനെസ്. ബോധം, ഈ ബോധമാണ്, ഈ അറിവാണ് ഇവിടുത്തെ അഗ്നി. ഈ അറിവ് വരുമ്പോ ഈ അറിവില്ലായ്മ, ഞാൻ ദേഹാദികളാണ്, ഇതിനൊക്കെ അറിയപ്പെട്ട വസ്തുക്കളാണെന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങുന്നു. ഇതാണ് മോക്ഷകാരണം. എൻ്റെ മനസ്സിനെയും മനസ്സിലെ ചിന്തകളെയും ഞാൻ അറിയണു. സുഖം വന്നുപോയി, ദുഃഖം വന്നുപോയി, ഞാൻ അറിയുന്നു. ഞാൻ അതിനിപ്പുറത്ത് മാറി നിന്ന് കാണുന്ന സാക്ഷി. അതിന് സുഖമില്ല, ദുഃഖമില്ല. ശരീരം ഞാൻ എൻ്റെ ദൃശ്യവസ്തുവാണ്, ശരീരത്തെ ഞാൻ അറിയുന്നു. ദൃശ്യമാണ്, അത് ജഡമാണ്, അത് പരിണമിക്കുന്നതാണ്, മാറുന്നതാണ്. ഇതൊക്കെ കാണുന്ന ഞാൻ ജഡമല്ല, ചേതനാണ്. മാറ്റങ്ങളെ അറിയുന്നതുകൊണ്ട് ഞാൻ മാറാത്തവനാണ്. മാറാത്തത് കൊണ്ട് ഞാൻ കാലദേശാതീതനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഫിനിറ്റ് ആണ്, അണ്ഡമാണ്. മനസ്സിലായോ? നിത്യമാണ്, ശാശ്വതനാണ്. ആ അറിവില്ലായ്മ കൊണ്ടോ ഈ ദൃശ്യമായ ദേഹത്തെ ഞാനും തിരിച്ചറിയണു. എന്നിട്ട് അതിൻ്റെ കഷ്ടനഷ്ടങ്ങളിൽ, അതിനോട് ബന്ധപ്പെട്ടവരുടെ കഷ്ടനഷ്ടങ്ങളിലൊക്കെ നമ്മൾ പരിതപിക്കുന്നു, സങ്കടപ്പെടുന്നു, ദുഃഖിക്കുന്നു, വിഷമിക്കുന്നു. ഇതിന് കാരണം എന്താ പറയാൻ പറ്റുള്ളൂ? സ്വപ്നത്തിൽ കിടന്ന് മുങ്ങി മരിക്കണതിൻ്റെ കാരണം തൻ്റെ ജാഗ്രത് വ്യക്തിത്വത്തിൻ്റെ വിസ്മൃതി, അറിവില്ലായ്മ. ഇതുപോലെ ഇപ്പോൾ ഈ ജാഗ്രതയിൽ നമ്മളിങ്ങനെ വിഷമിക്കേണ്ട, സംസാര ദുഃഖങ്ങൾ അനുഭവിക്കേണ്ട എന്താ കാരണം? എൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ, എൻ്റെ സ്വസ്വരൂപത്തെ, മൈ ട്രൂ നേച്ചർ, എൻ്റെ റിയൽ നേച്ചറിനെ കുറിച്ച്, യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല. ആ അറിവില്ലായ്മ കൊണ്ട് എന്തുണ്ടായി? ദേഹാദികളെ ഞാനെന്നറിഞ്ഞു. ആ അറിവിൻ്റെ ഫലമായിട്ട് എന്തായി? അതിന് വരുന്നതൊക്കെ ഞാൻ എനിക്ക് എന്ന് വിചാരിക്കുന്നു, സങ്കടപ്പെടുന്നു. അതിനോട് ബന്ധപ്പെട്ടവർക്ക് വരുന്നതിലും ഞാൻ സങ്കടപ്പെടുന്നു. ഇതാണ് കാരണം. വ്യക്തം? ഇതെങ്ങനെ പോകും? അജ്ഞാനയോഗാ പരമാത്മനസ്തവ. ശിഷ്യൻ ഗുരു അഭിസംബോധന എന്താ? പരമാത്മാവേ, പരമാത്മാവായ നിനക്ക്, പരമാത്മനഹത്തവ, പരമാത്മാവായ നിനക്ക് എന്തുകൊണ്ട് ഈ സംസൃതി, ഈ സംസാര ദുഃഖം? നീ പരമാത്മാവാണെന്നറിയായ്മ, നീ ജീവാത്മാവാണെന്നറിഞ്ഞു. അതിന്റെ കാരണം മനസ്സിലായോ? ജീവാത്മാവെന്ന് പറയാൻ കാരണം എന്താ? ശരീരത്തെ ഞാൻ എൻ്റെ എന്ന് അഭിമാനിക്കുമ്പോൾ ജീവനായി. ശരീരാദികളുടെ പരിമിതികളൊക്കെ ആരോപിക്കുന്നു. ആരോപണം കൊണ്ടാണ് ഈ ജീവഭാവം വന്നത്. അത് അജ്ഞാനത്താല. വാസ്തവത്തിൽ പരമാത്മാവിന് ജീവാത്മാഭാവം വന്നിട്ടില്ല. എന്നിട്ട് ജീവാത്മാവ് പരമാത്മാവായി മാറാൻ പോവല്ല. മനസ്സിലായോ? ഒരാത്മാവേ ഉള്ളൂ ഇവിടെ. മനസ്സിലായോ? ജീവാത്മാവ് വേറെ, പരമാത്മാവ് വേറെ ഇല്ല. പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പിന്നെയോ ആ പരമാത്മാവാണ് താനെന്ന് മറന്നു കഴിയുമ്പോൾ എന്തായി? ശരീരത്തെ ഞാൻ തെറ്റിദ്ധരിക്കായി. അപ്പം എന്തായി? അതിൻ്റെ പരിമിതികളും കഷ്ടനഷ്ടങ്ങളും എനിക്കെന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുന്ന ആ ആൾക്ക് എന്ത് പേര് പറയും? കാരണം പരമാത്മാവിന് സംസാരമില്ലല്ലോ, സംസാര ദുഃഖങ്ങളില്ല. പക്ഷെ എനിക്കിപ്പുണ്ടല്ലോ. അപ്പൊ എന്താ കാരണം പറയാൻ പറ്റുക? പരമാത്മാവാണ് നീ മറന്നു. അപ്പൊ കഷ്ടനഷ്ടങ്ങളും സംസാര ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ അയാളുടെ പേര് ജീവാത്മാവെന്ന്. മനസ്സിലായോ? അതിന് കാരണം എന്താ? ഈ ദേഹാദികൾ, ദേഹത്തിലും മനസ്സിലൊക്കെയുള്ള താതാത്മ്യം. അതെന്താ കാരണം? പരമാത്മാവാണ് ഞാനെന്ന് മറന്നു. അജ്ഞാനം. അജ്ഞാനയോഗ ഡ്യൂ ടു ഇഗ്നറൻസ് അലോൺ. അജ്ഞാനം കൊണ്ട് മാത്രമാണ് കുഞ്ഞെ, പരമാത്മാവായ കുഞ്ഞെ, നിനക്ക് അനാത്മബന്ധ, അനാത്മാവായ ദേഹാദികളോട് ബന്ധമുണ്ടായത്, താതാത്മ്യമുണ്ടായത്. തദൈവ സംസൃതി. അത് തന്നെയാണ് സംസാര ദുഃഖത്തിന്റെ കാരണം. ഇനി അത് പോകാൻ എന്ത് ചെയ്യണം? വിവേകം വേണം, വിചാരം ചെയ്യണം. എന്തിനാ വിചാരം ചെയ്യേണ്ടത്? ഈ ജീവാത്മ പരമാത്മാക്കളെ, അല്ലെങ്കിൽ ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിയണം. എന്താ ഈ അനാത്മാ പരിഭ്രമിക്കേണ്ട? ആചാര്യസ്വാമികൾ സ്വയം അതൊക്കെ പറയാനുണ്ട്. അത്ര മനോഹരമാണ് വിവേകചൂടാമണി. ശിഷ്യൻ ചോദിക്കും എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്, ഒക്കെ പടിപടിയായിട്ട് പറഞ്ഞു തരും ആചാര്യസ്വാമികൾ. എങ്ങനെയാണ് വിവേകം ചെയ്യേണ്ടത് ഇതൊക്കെ പറഞ്ഞു തരും. ക്ഷമയോടുകൂടി പഠിച്ചാൽ മതി. മനസ്സിലായോ?
ആ തയോഹ വിവേക ഉദിതം, അവ തമ്മിൽ വിവേകം ചെയ്യണം. എന്താണ് ആത്മാ, എന്താണ് ആത്മാവെന്ന്. അതിനുണ്ടാവുന്ന അറിവ് അഗ്നിക്ക് സമാനമാണ്. അഗ്നി ഇന്ധനത്തെ വിറകിനെ ചാമ്പലാക്കണക്കെ ഇവിടുത്തെ ഇന്ധനം അജ്ഞാനമാണ്. അജ്ഞാനത്തെയും അജ്ഞാന കാര്യമായ ദേഹ താതാത്മ്യത്തെയും അതിന്റെ ഫലമായി ഉണ്ടായ ജീവഭാവത്തെയും അതിന്റെ ഫലമായി ഉണ്ടായ സംസാര ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കും. ഹരി ഓം.